കുറച്ച് നാളുകളായിട്ട് ചെടികളോടൊരു വല്ലാത്ത ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചെടി നട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മണ്ണ് എടുത്തിട്ട മണ്ണായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നല്ല കല്ലും വേരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണമായിരുന്നു. കൂടെയുള്ളത് എൻ്റെ പാർട്ട്ണറാണ് കേട്ടോ. ആളാണ് എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്തത്. ആദ്യം അരിപ്പ് പോലെയുള്ള പാത്രത്തിലാണ് അരിക്കാൻ തുടങ്ങിയതെങ്കിലും പക്ഷെ അതത്ര വർക്കൗട്ട് ആവാത്തതുകൊണ്ട് ഞങ്ങൾ നെറ്റ് ഉപയോഗിച്ച് അരിക്കാൻ തുടങ്ങി. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയായിരുന്നു കേട്ടോ. ചകിരിച്ചോറാണ് മണ്ണിലേക്ക് ആഡ് ചെയ്തത്, പിന്നെ കുറച്ച് കോഴിക്കാഷ്ടവും. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ചാണകപ്പൊടിയാണ് കേട്ടോ. മാവിൽ ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ പോട്ടി മിശ്രിതം ഇട്ടത്. അപ്പോൾ കുറച്ചും കൂടി ചെടി നന്നായിട്ട് വളരാൻ സഹായിക്കും. മാവില നല്ലൊരു വളമാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചെടികൾ ആദ്യമേ നട്ടു വെച്ചിരുന്നതുകൊണ്ട് അതൊന്ന് മാറ്റി വെക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് ചെറിയമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ കുറച്ച് ഇലച്ചെടികളും 10 മണീൻ്റെയും 8 മണീൻ്റെ ഒക്കെ ചെടികളായിരുന്നു കേട്ടോ. മുപ്പത്തി നല്ലൊരു ചെടിപ്രേമിയാണ്. അപ്പോൾ മുപ്പത്തിൻ്റെ അടുത്താണ് ഞങ്ങളിതൊക്കെ കൊണ്ടുവന്നത്. ചട്ടിയൊക്കെ സെറ്റാക്കി ചെടികളൊക്കെ നട്ടു വെച്ചു. നല്ല കൊതുക് ഉണ്ടായിരുന്നു, വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കൊതുകുണ്ടായിരുന്നു. മാവിൻ്റെ ചുവട്ടിൽ അത്ര വലിയ വെയിൽ കിട്ടാത്ത സ്ഥലത്ത് ആണ് ഞങ്ങൾ ചെടികളൊക്കെ സെറ്റാക്കി വെച്ചത്. അതൊന്ന് വേരൊക്കെ പിടിച്ചിട്ടൊന്ന് വെയിലത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞ് അടീനിയം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം അതും ഒന്ന് സെറ്റാക്കി വെച്ചു. അടീനിയത്തിന് നല്ലത് ഇപ്പോഴും മണൽ കലർന്ന മണ്ണാണ് കേട്ടോ, തരിമണ്ണല്ല. മണലിലാണ് അടീനിയം കുറച്ചുകൂടി നന്നായിട്ട് വളരാം. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.